السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു, അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ അത് തന്നെയാണ് ഇബാദത്ത്, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ഇബാദത്താകണമെങ്കിൽ അതിൽ ദുആ ഉണ്ടായിരിക്കണം. മാത്രമല്ല, ആരാധനയുടെ ഇനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന എന്നത്. അള്ളാഹുവിനോടല്ലാതെ ഒരു മുസ്ലിം ഒരിക്കലും ദുആ ചെയ്യുകയില്ല. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. ഖുൽ പറയൂ നബിയെ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അവനോട് ഒരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഇസ്ലാമിൽ നിന്ന് അതോടെ പുറത്തു പോകുന്നതാണ്. അല്ലാഹു അല്ലാത്ത ആരോട് ഒരാൾ പ്രാർത്ഥിച്ചാലും അവന് ഖിയാമത്ത് നാൾ വരെ ഉത്തരം ലഭിക്കുകയില്ല. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമഹ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. ومن أضل, വഴികേടിലായ മറ്റാരുണ്ട്, മിമ്മ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴികേടിലായ മറ്റാരുണ്ട്. മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ തനിക്ക് ഉത്തരം നൽകാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴികെട്ട മറ്റാരുണ്ട്. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവനാരെ വിളിക്കുന്നുവോ അവരെല്ലാം അവന്റെ ഇലാഹുകൾ ഒന്നൊഴിയാതെ അവന്റെ പ്രാർത്ഥന അറിയാത്തവരാണ്, അതേക്കുറിച്ച് ബോധമില്ലാത്തവരാണ്. വഇദാ ഹുശിറ الناس, എന്നു മാത്രമല്ല ജനങ്ങളെല്ലാം നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ കാനൂ ലഹും അഅദാഅ, ഇവൻ ഈ പ്രതീക്ഷയോടെ സ്നേഹത്തോടെ ഭയപ്പാടോടെ വിളിച്ചു പ്രാർത്ഥിച്ച ഇവന്റെ ഇലാഹുകളെല്ലാം അവന്റെ ശത്രുക്കളായി തീരും. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, ഇവന്റെ ഇബാദത്തിനെ അവർ നിഷേധിച്ചു തള്ളിക്കളയും. ഒരു മുസ്ലിം അല്ലാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുക. അവന്റെ ദുആകളെല്ലാം അവന്റെ തേട്ടങ്ങളെല്ലാം റബ്ബിനോട് മാത്രമാണ്. നോക്കൂ, ഒരു ദിവസം എത്ര തവണയാണ് റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നാം പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ ദിവസം പലതവണ ഒരു മുസ്ലിം ഈ വാചകം ആവർത്തിക്കുന്നു. എന്നിട്ട് പോലും ഇന്നിതാ ഇസ്ലാമിന്റെ പേര് പറയുന്ന മുസ്ലിമീങ്ങളുടെ നേതൃത്വമാണ് ഞങ്ങൾ എന്നവകാശപ്പെടുന്ന പലർക്കും ആ മാത്രം എന്ന് കേൾക്കുമ്പോൾ അത് സഹിക്കാൻ സാധിക്കുന്നില്ല. അല്ലാഹു പോരെ എന്ന ചോദ്യം കേൾക്കുമ്പോൾ അവർക്ക് വിരളി പിടിക്കുകയാണ്.
അള്ളാഹു ചോദിച്ച ചോദ്യമാണ് യഥാർത്ഥത്തിൽ അത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ്, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ എന്നത് റബ്ബിന്റെ ചോദ്യമാണ്. മുസ്ലിമീങ്ങളുടെ മറുപടി ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി എന്നതാണ്. ഖുൽ ഹസ്ബി അല്ലാഹ്, അള്ളാഹു ഖുർആനിൽ പറയാൻ പഠിപ്പിച്ചു. ഖുൽ, നീ പറയുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി എന്ന് പറയാൻ അള്ളാഹു പഠിപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സന്ദർഭത്തിൽ പറഞ്ഞ വാക്കാണ് ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹു മതി, അവൻ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ എത്ര നല്ലവനാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവരെ ഒന്നാകെ നശിപ്പിക്കാൻ ശത്രുക്കൾ വരുന്നു എന്ന് കേട്ടപ്പോൾ പറഞ്ഞ വാക്കാണ് ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അള്ളാഹു മതി, കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ ഈ അടിസ്ഥാന പാഠത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവർ മുസ്ലിമീങ്ങൾക്ക് ഒരു നന്മയും ഉണ്ടാക്കുന്നില്ല. മറിച്ച് എല്ലാ തിന്മകളും സകല അപകടങ്ങളും എല്ലാവിധ ദുരന്തങ്ങളും പരാജയവും ഈ ഉമ്മത്തിന് കൊണ്ടുവരുന്നവരാണവർ എന്ന പാഠം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ തൗഹീദിലായി ജീവിച്ച് അതിലായി മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, റബ്ബ് സുബ്ഹാനഹു വ തആല പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം വാഗ്ദാനം നൽകിയിട്ടുള്ളവനാണ്. എന്നോട് പ്രാർത്ഥിക്കൂ നിങ്ങൾ എന്ന് പറഞ്ഞവനാണ്. അള്ളാഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ഉദ്ഊനി, എന്നെ വിളിക്കൂ നിങ്ങൾ, എന്നോട് പ്രാർത്ഥിക്കൂ നിങ്ങൾ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതുപോലെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, എന്നെ കുറിച്ച് എന്റെ അടിമകൾ ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ സമീപസ്ഥനാണ്, അവരുടെ അടുത്തുള്ളവനാണ്. ഉജീബു, ഞാൻ ഉത്തരം നൽകും. ദഅവത ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക്. ഇദാ ദഅാൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ചാൽ. അതുകൊണ്ട് റബ്ബിനെ വിളിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിതൃപുത്രനായ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ പ്രായപൂർത്തിയോടടുത്ത വയസ്സുള്ള കുട്ടിയായ ഇബ്നു അബ്ബാസിന് പഠിപ്പിച്ചു കൊടുത്ത ഉപദേശങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. വഇദാ ഇസ്തഅൻത, നീ സഹായം തേടുകയാണെങ്കിൽ ഫസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിനോട് നീ സഹായം തേടുക. അല്ലാഹു ഉത്തരം വാഗ്ദാനം നൽകിയിട്ടുള്ളവനാണ്. അവനിലേക്ക് കരങ്ങൾ ഉയർത്തിയവർ, അവനോട് പ്രാർത്ഥിച്ചവർ ഒരിക്കലും ഭാഗ്യം കെട്ടുപോയിട്ടില്ല. അവർക്കൊരിക്കലും അല്ലാഹു അവരെ കൈവിട്ടിട്ടില്ല. സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ളതുപോലെ കാഫ് ഹാ യാ ഐൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹന العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. വളരെ പതുക്കെ പ്രായമേറി എല്ലുകൾ ദുർബലമായി തലമുടിയെല്ലാം നരച്ചു തിളങ്ങുന്ന ആ വയസ്സിൽ മക്കളില്ലാത്ത സക്കരിയ അലൈഹിസ്സലാം റബ്ബിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് വലം അകും ബിദുആഇക റബ്ബി ഷഖിയ, എന്റെ റബ്ബേ, നിന്നെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായി പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ വിളിച്ചിട്ട് അല്ലാഹുവിനോട് ചോദിച്ചിട്ട് ചോദിച്ച കാര്യം ലഭിച്ചിട്ടേ എനിക്ക് ശീലമുള്ളൂ. അല്ലാഹു നൽകുന്നവനാണ്, അവൻ കരീമാണ്, അവൻ അത്യുദാരനാണ്, അവനോട് ചോദിക്കുന്നവരെ ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്. ചോദിക്കാത്തതാണ് അവന് വെറുപ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ലം യസ്അലില്ലാഹ യഗ്ദബ് അലൈഹി, ആരാണോ അല്ലാഹുവിനോട് ചോദിക്കാത്തത് യഗ്ദബ് അലൈഹി, അവനോട് അല്ലാഹു കോപിക്കുന്നതാണ്. അത് റബ്ബിന്റെ മാത്രം പ്രത്യേകതയാണ്, പടപ്പുകൾക്കാർക്കുമില്ലാത്ത അല്ലാഹുവിന്റെ സവിശേഷതയാണ്. അല്ലാഹു യഗ്ദബു ഇൻ തറക്ത സുആലഹു വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ദബു എന്നൊരു കവി പാടിയിട്ടുള്ളതുപോലെ അല്ലാഹു യഗ്ദബു ഇൻ തറക്ത സുആലഹു, റബ്ബിനോട് ചോദിച്ചില്ലെങ്കിലാണ് അവൻ കോപിക്കുക. വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ദബു, എന്നാൽ ആദമിന്റെ മക്കൾ മനുഷ്യർ അവരോട് ചോദിക്കുന്നത് അവർക്ക് വെറുപ്പാണ്. ആളുകളോട് ചോദിക്കാതിരിക്കലാണ് നല്ലത്. ആളുകളുടെ കൈകളിലുള്ളതിലേക്ക് നീ നിന്റെ കണ്ണും കൽബും നീട്ടാതിരിക്കുക, എങ്കിൽ ആളുകൾ നിന്നെ സ്നേഹിക്കും. നീ ദുനിയാവിനോട് വിരക്തി കാണിക്കുക, അല്ലാഹു നിന്നെ സ്നേഹിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
ഇതാ നമ്മുടെ ദീനിന്റെയും ദുനിയാവിന്റെയും കാര്യങ്ങൾക്ക് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്താൻ, അവരോട് പ്രാർത്ഥിക്കാൻ അമാന്തിക്കരുത്. അതിന് സമയമില്ലാത്തവരായി നമ്മളായി പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജസുൻ നാസി മൻ അജസ അനി ദുആ. ദുആ ചെയ്യാൻ സാധിക്കാതെ പോയവനാണ് ഒന്നിനും സാധിക്കാതെ പോയവൻ, അവനാണ് ഏറ്റവും കഴിവുകെട്ടവൻ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, വീണ്ടും വീണ്ടും ദുആ ചെയ്യുക. അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹു ഉത്തരം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ദുആഇന് ഉത്തരം ലഭിക്കാൻ കൂടുതൽ സാധ്യതയേറ്റുന്ന ചില കാര്യങ്ങൾ കിതാബിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ, പരിശുദ്ധ ഖുർആനിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും വെളിച്ചത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. അൽ-ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ-ജവാബുൽ കാഫി ലിമൻ സഅല അനി ദവാഇ ശാഫി എന്ന് അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദാഉ വദ്ദവാ എന്ന കിതാബ് അറിയപ്പെടുന്നുണ്ട്. അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യതയേറ്റുന്ന കാര്യങ്ങളായി പഠിപ്പിച്ച ചില മര്യാദകളുണ്ട്. ദുആഇന്റെ സന്ദർഭത്തിൽ ഇവ പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന തള്ളപ്പെടുക വളരെ വളരെ വിരളമായിരിക്കുമെന്ന് മഹാനായ ഇമാം പഠിപ്പിച്ചത് കാണാം. അതിലൊന്നാമത്തത്, പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥനയോടൊപ്പം ഉണ്ടായിരിക്കുക, ഹൃദയ സാന്നിധ്യത്തോടെ പ്രാർത്ഥിക്കുക എന്നതാണ്. ശ്രദ്ധയില്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കപ്പെടുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉദ്ഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം ലഭിക്കുമെന്ന ഉറച്ച ബോധ്യത്തോടെ, അല്ലാഹു ഉത്തരം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുവിനുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷയിൽ. അവൻ നമ്മുടെ റബ്ബാണ്. ആ നിലക്കാണ് ആ പ്രതീക്ഷ വെക്കേണ്ടത് എന്ന കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ചില ആളുകളെ കാണാം, എന്തെങ്കിലും ദുരന്തത്തിലോ പ്രയാസത്തിലോ ആളുകൾ അകപ്പെട്ട് ആളുകളെല്ലാം പ്രാർത്ഥിച്ചു. ചിലപ്പോൾ ജനങ്ങളെല്ലാം അറിഞ്ഞ എന്തെങ്കിലും അപകടഘട്ടമായിരിക്കും, ആളെ രക്ഷപ്പെടുത്തണേ ഏതാളുകളെല്ലാം എല്ലാവരും പ്രാർത്ഥിച്ചു. എന്നിട്ട് ആള് രക്ഷപ്പെടുന്നില്ല, ആള് മരിച്ചു പോവുകയാണ്, ആൾ അപകടത്തിൽ തന്നെ പെട്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ പറയുന്നത് കാണാം, എന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ലാതായി പോയി എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപകടങ്ങളിൽ ആളുകൾ മരണപ്പെടുന്നുണ്ട് എങ്കിൽ അല്ലാഹുവെങ്കിൽ വലിയ ശ്രേഷ്ഠതയുള്ള, അല്ലാഹുവെങ്കിൽ ഉന്നതമായ സ്ഥാനമുള്ള റബ്ബിന്റെ നബിമാരും അവരുടെ സഹാബത്തും നല്ലവരായ ആളുകളുമെല്ലാം അപകടങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവെങ്കിൽ വലിയ സ്ഥാനമുള്ളവർ, റബ്ബിന്റെ അരികിൽ വലിയ പ്രത്യേകതകളുള്ളവർ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ റബ്ബിനോടാണ്, നമ്മൾ അവന്റെ അടിമകളാണ്. അതല്ലാതെ നേരെ തിരിച്ചല്ല. നീ ചോദിക്കുന്നത് നിനക്ക് കീഴിലുള്ള, നിന്റെ ആജ്ഞ അനുസരിക്കുന്ന നിന്റെ അടിമയോടല്ല, നിന്റെ ഉടമസ്ഥനായ റബ്ബിനോടാണ്. നീയാണ് അവന്റെ അടിമ. പടപ്പുകളെല്ലാം അല്ലാഹുവിന്റെ അടിമകളാണ്. അവന്റെ ഫദ്ലാണ്, അവന്റെ ഔദാര്യമാണ്. അവന്റെ ഔദാര്യം കൊണ്ടാണ് അവൻ ഉത്തരം നൽകുമെന്ന് നമുക്ക് വാഗ്ദാനം നൽകിയത്. അവന്റെ റഹ്മത്ത് കൊണ്ടാണ്, അവന്റെ ഹിക്മത്ത്, അവന്റെ യുക്തി ഏതേത് കാര്യത്തിനു പിന്നിലുമുണ്ട്. മനുഷ്യരുടെ അവരുടെ അധ്വാനങ്ങളും അവരുടെ സാമർഥ്യവുമെല്ലാം ഒന്നുമല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചില സന്ദർഭങ്ങളിൽ അവർക്ക് കാട്ടിക്കൊടുത്തേക്കും. ആളുകൾ എത്രമാത്രം ദുർബലരാണ് എന്ന കാര്യം അല്ലാഹു ചില പാഠങ്ങളിലൂടെ അവരെ പഠിപ്പിച്ചേക്കും എന്ന കാര്യം മറക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം ലഭിക്കുമെന്ന ഉറപ്പോടെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുക. വഅലമു, നിങ്ങൾ അറിയുക, അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അല്ലാഹു അശ്രദ്ധമായ ഹൃദയ സാന്നിധ്യമില്ലാത്ത കൽബുമായി പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുകയില്ല. അശ്രദ്ധമായ ഹൃദയത്തിന്റെ പ്രാർത്ഥനക്ക്
അള്ളാഹു ഉത്തരം നൽകുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങളെ, പലപ്പോഴും പ്രത്യേകിച്ച് സ്ഥിരമായി ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ നമ്മിൽ പലരുടെയും സ്ഥിതി ഇതാണ്. അതൊരു യാന്ത്രികമായി പോയിരിക്കുന്നു. അത് യാന്ത്രികമായ ഒരു പ്രവർത്തനം പോലെ ആയിപ്പോയിരിക്കുന്നു. അതിൽ ഹൃദയ സാന്നിധ്യമില്ല. അല്ല സഹോദരങ്ങളെ, എല്ലാ ദിവസവും നമ്മെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും ശ്രദ്ധിക്കുക. ഇതാ എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആൻ ഇമാം പാരായണം ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നു. ജഹ്രിയായ നിസ്കാരങ്ങളിൽ ഫജ്റിനും മഗ്രിബിനും ഇശാഇനും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആൻ ഉറ്റാലോചിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ടത് ഇതാ, അള്ളാഹു നിർബന്ധമായും നമ്മെ കേൾപ്പിക്കുന്ന ഈ പാരായണം ആ സന്ദർഭത്തിലാണ്. ഖുർആൻ അത് ശ്രദ്ധിക്കാനും അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങാനും അത് പഠിച്ചവർക്കാണ് അത് സാധിക്കുക. അതിന്റെ അർത്ഥം നിനക്കറിയില്ലെങ്കിലും അത് സകൂതം ശ്രദ്ധിക്കാൻ നീ പരിശ്രമിക്കുക. ദിവസവും കേൾക്കുന്ന ഈ കാര്യങ്ങളിലായിരിക്കും ആളുകൾക്ക് ശ്രദ്ധ നഷ്ടപ്പെടുക. യഥാർത്ഥത്തിൽ അതിലാണ് കൂടുതൽ ശ്രദ്ധ നമ്മൾ ചെലുത്തേണ്ടത്. അതുകൊണ്ട് ഖൽബ് ദുആ ചെയ്യുമ്പോൾ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുക. രണ്ടാമത്തേത്, അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളും പ്രത്യേക സാഹചര്യങ്ങളുമുണ്ട്. ആ സമയത്ത് പ്രാർത്ഥിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ട സമയമാണ് രാത്രിയുടെ അന്ത്യയാമങ്ങൾ, ഫജ്റിന് മുമ്പുള്ള സമയങ്ങൾ. രാത്രിയുടെ അവസാനത്തെ 1/3 ബാക്കിയുള്ളപ്പോൾ എന്താണ് സംഭവിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലു റബ്ബുനാ തബാറക വതആല ഹീന യബ്ഖാ ثلث الليل الآخر فيقول من يدعوني فأستجيب له ومن يستغفرني فأغفر له ومن يسألني فأعطيه. രാത്രിയുടെ 1/3 അതിന്റെ അവസാനം ബാക്കിയുള്ളപ്പോൾ റബ്ബ് സുബ്ഹാനഹു വതആല ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് അവൻ പറയും, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ? ഞാൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ? ഞാൻ അവന് പുറത്തു നൽകാം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ? ഞാൻ അവന് നൽകാം. അള്ളാഹു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ആ സമയത്ത് എഴുന്നേറ്റാൽ സഹോദരങ്ങളെ, ആ സമയത്ത് ഞെട്ടിയൊന്നുണർന്നാൽ പോലും എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച ശേഷം നിനക്ക് എഴുന്നേൽക്കാനും നിസ്കരിക്കാനും സാധിച്ചെങ്കിൽ വലിയ നന്മയാണ്. ഇനി അത് സാധിച്ചില്ല എങ്കിൽ പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് അതിനുശേഷം മാത്രം ഉറക്കിലേക്ക് നീങ്ങാൻ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒരാൾ രാത്രി ഞെട്ടി ഉണർന്നു, എന്നിട്ട് അയാൾ പ്രാർത്ഥിക്കുകയാണ്, അയാൾ ചൊല്ലുകയാണ്. നോക്കൂ, ഈ വാചകങ്ങൾ എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളിൽ ആർക്കായിരിക്കും ഇത് മനപ്പാടം ഇല്ലാതിരിക്കുക? എല്ലാവർക്കും മനപ്പാടമുള്ള വാക്കുകൾ മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ രാത്രി ഞെട്ടി ഉണർന്നു, ഉറക്കത്ത് ഒരാൾ രാത്രി ഉണർന്നു, അയാൾ ചൊല്ലുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആർക്കാണ് ഈ വാചകം അറിയാത്തത്? എല്ലാവർക്കും അറിയുണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിനുശേഷം പറയുക, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നോക്കൂ, 4 ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകൾ: സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അതിന്റെ കൂടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുകൂടി പറയുക. ഈ 6 വാചകങ്ങൾ പറഞ്ഞതിനു ശേഷം ഒരാൾ പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു അയാൾക്ക് ഉത്തരം നൽകും. ഇനി അയാൾ എഴുന്നേറ്റ് നിസ്കരിക്കുക കൂടി ചെയ്താൽ അത് അള്ളാഹു സ്വീകരിക്കും. ആർക്കാണ് പ്രയാസമുണ്ടാവുക? എഴുന്നേറ്റാൽ നിസ്കരിക്കാൻ സാധിച്ചാലും ഇല്ലെങ്കിലും സഹോദരങ്ങളെ, ഇതൊന്ന് ചൊല്ലി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിനുശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹു ഉത്തരം നൽകും. നോക്കൂ, അതുപോലെ മറ്റു പല സന്ദർഭങ്ങളുണ്ട്. ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം, അദാൻ വിളിക്കപ്പെട്ടാൽ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ആ സമയത്ത് പ്രാർത്ഥിക്കുക. ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം, ആ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇതാ യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. 2 സമയങ്ങളാണ് ആ ഉത്തരം ലഭിക്കുന്ന സമയമാകാൻ ഏറ്റവും സാധ്യതയുള്ളത്. 2 സന്ദർഭങ്ങളാണ്. ഒന്ന്, ഇമാം മിമ്പറിൽ കയറിയത് മുതൽ
നിസ്കാരം അവസാനിക്കുന്നതുവരെ ആ സമയത്ത് ദുആ ചെയ്യാം. അതാ 2 ഖുതുബകൾക്കിടയിൽ ഇമാം ഇരുന്നാൽ ദുആ ചെയ്യാം. അതുപോലെ ജുമുഅ നിസ്കാരം അതിൽ സലാം കിട്ടുന്നതിനിടയിൽ എത്ര സമയമുണ്ട് അതിന്റെ സുജൂദിൽ, അതുപോലെ തഹിയ്യാത്തിന്റെ അവസാനം. നോക്കൂ, ഇമാം മിമ്പറിൽ കയറിയത് മുതൽ ജുമുഅ നിസ്കാരം അവസാനിക്കുന്നതുവരെ വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാകാൻ ഏറെ സാധ്യതയുള്ള സമയമാണത്. രണ്ടാമത്തേത് വെള്ളിയാഴ്ച അസ്റിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നതിനിടയിലുള്ള സമയമാണ്. വെള്ളിയാഴ്ച അസ്ർ നിസ്കാരത്തിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം, അഥവാ വെള്ളിയാഴ്ച പകലിന്റെ അവസാനം. ആ സമയത്ത് പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. മഴ പെയ്യുമ്പോൾ, യാത്രക്കാരനായിരിക്കെ, സുജൂദിൽ, മൊത്തത്തിൽ നിസ്കാരത്തിൽ, ഇതെല്ലാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സന്ദർഭങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച സന്ദർഭങ്ങളാണ്. ഏത് സമയത്തും പ്രാർത്ഥിക്കാം. ഇത് ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയമല്ല, ഇപ്പോൾ ഞാൻ യാത്രയിലല്ല, ഇപ്പോൾ മഴ പെയ്യുന്നില്ല, ഇത് രാത്രിയല്ല എന്നൊന്നും വിചാരിക്കരുത്. ഏത് സമയത്തും നീ പ്രാർത്ഥിക്കാൻ മടിക്കരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇന്ന സമയത്തേ ഉത്തരം നൽകൂ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ചില സന്ദർഭങ്ങളിൽ കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ്. അതല്ലാതെ ഒരു സന്ദർഭവും അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നീ അത് പാഴാക്കി കളയരുത്. അതിനുള്ള അവസരമുണ്ടോ? പാഴാക്കി കളയരുത്. നിന്റെ വാഹനം ഓടിച്ചു പോവുകയാണ്, അതല്ല എങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയാണ്, പ്രാർത്ഥിക്കൂ അള്ളാഹുവിനോട്, അവനോട് ദുആ ചെയ്യൂ. അവന്റെ ദിക്റ് കൊണ്ട് നാവ് പച്ച പിടിച്ചതായിരിക്കട്ടെ. സഹോദരങ്ങളെ, ഇരുലോകത്തെയും എല്ലാ ഖൈറും അവനുമായുള്ള നമ്മുടെ ബന്ധം എത്രമാത്രം നല്ല രൂപത്തിൽ നിലനിൽക്കുന്നോ അതിലാണുള്ളത്. അള്ളാഹുവിന്റെ എല്ലാ കാവലും അതിലാണുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ ധാരാളമായി ഓർക്കുന്നവരിൽ, അവനോട് ധാരാളമായി ദുആ ചെയ്യുന്നവരിൽ, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നവരിൽ എന്നെയും നിങ്ങളെയും അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാഹ്. സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ സഹായകമാകുന്ന കാര്യങ്ങളിൽ മൂന്നാമത്തേത്, അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഹൃദയം നുറുങ്ങിയവനെ പോലെ അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങേയറ്റം താണു കേണുകൊണ്ട് പ്രാർത്ഥിക്കുക. പടപ്പുകളിൽ ഒരാളുടെ മുന്നിലും നമ്മൾ ആ രൂപത്തിൽ താണു കേഴുകയില്ല. അവരുടെ മുന്നിൽ നമ്മൾ നമ്മളുടെ ഹൃദയത്തിന്റെ വികാരങ്ങൾ ആ രൂപത്തിൽ ഒരിക്കലും പങ്കുവെക്കുകയില്ല. അള്ളാഹുവിന്റെ മുന്നിൽ ഒന്നുമില്ലാത്തവനെ പോലെ, ഹൃദയം നുറുങ്ങിയവനെ പോലെ, സകലതും നഷ്ടപ്പെട്ടവനെ പോലെ, റബ്ബേ നിന്റെ ദുആ, നീ ഈ ദുആ സ്വീകരിച്ചില്ല എങ്കിൽ ഇതാ ഒരു ആഴക്കടലിൽ മുങ്ങിത്താടുന്ന, പിടിച്ചൊന്ന് മുകളിലേക്ക് പൊങ്ങാൻ ഒരു കച്ചിത്തുരുമ്പ് പോലും ഇല്ലാത്ത ഒരുവന്റെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും? അതുപോലെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, റബ്ബ് ഉത്തരം നൽകും. അള്ളാഹുവിന് അത് ഇഷ്ടമാണ്. എന്നല്ല, മുഅ്മിനുകളെ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അള്ളാഹു പരീക്ഷണങ്ങളിലൂടെ അവരെ ആ അവസ്ഥയിലെത്തിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. സുബ്ഹാനല്ലാഹ്, എന്തിനു വേണ്ടി? അള്ളാഹുവിനോട് അവർ അങ്ങനെ തേടുവാൻ അള്ളാഹു അത് ഇഷ്ടപ്പെടും. ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് താണു കേണുകൊണ്ട് പ്രാർത്ഥിക്കുക, പതുക്കെ പ്രാർത്ഥിക്കുക, അവരതിരു വിടുന്നവരെ ഇഷ്ടപ്പെടുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. നാലാമത്തെ മര്യാദ എന്ന് പറയുന്നത് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു പ്രാർത്ഥിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ നമുക്ക് കാണാം, ദുആ ചെയ്യേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു എന്നിട്ട് പ്രാർത്ഥിച്ചു. ദിശകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിശ അത് ഖിബ്ലക്ക് നേരെയുള്ള ദിശയാണ്. അവിടേക്ക് തിരിഞ്ഞു പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ അത് കൂടുതൽ നല്ലതാണ്. എന്നാൽ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നുണ്ടോ? ഇല്ല. ഏതവസ്ഥയിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം. നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ ഒക്കെ പ്രാർത്ഥിക്കാം. ഏത് ദിശയിലായിരിക്കെയും പ്രാർത്ഥിക്കാം. എന്നാൽ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ അത് കൂടുതൽ ഖൈറാണ്. അതിന് ഉത്തരം ലഭിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ കാര്യം, പ്രാർത്ഥിക്കുമ്പോൾ തഹാറത്ത് ഉണ്ടായിരിക്കുക എന്നതാണ്. ചെറിയ അശുദ്ധിയിൽ നിന്ന് വലിയ അശുദ്ധിയിൽ നിന്നെല്ലാം ശുദ്ധമായ അവസ്ഥയിൽ പ്രാർത്ഥിക്കുക. ഒരാൾക്ക് കുളി നിർബന്ധമാണ്, കുളിച്ചതിന് ശേഷം. ഒരാൾക്ക് വുദു ഇല്ല, വുദു ചെയ്തതിന് ശേഷം പ്രാർത്ഥിക്കുക. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെയും മറക്കരുത്, ഇതല്ലാത്ത സന്ദർഭത്തിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ വിലക്കുണ്ടോ? ഇല്ല. ചെറിയ അശുദ്ധി ഉണ്ടായിരിക്കെ വുദു ഇല്ലാതെ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ വിലക്ക് വല്ലതുമുണ്ടോ? ഇല്ല. പ്രാർത്ഥിക്കാം, വുദു ഇല്ലെങ്കിലും പ്രാർത്ഥിക്കാം. ശരി, കുളി നിർബന്ധമായിരിക്കും, ഒരാൾ ജനാപത്തുകാരനായിരിക്കെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല.
ദുആ ചെയ്യാം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, ഒരു സംശയവുമില്ല. ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അപ്പൊ നോക്കൂ, എന്നാൽ ശുദ്ധിയായിരിക്കെ പ്രാർത്ഥിക്കുക കൂടുതൽ നല്ലതാണ്. ആറാമത്തെ കാര്യം അള്ളാഹുവിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നതാണ്. അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റബ്ബക്കും തബാറക വതആല ഹയ്യുൻ കരീമുൻ യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ. നിങ്ങളുടെ റബ്ബ് അള്ളാഹു അവൻ അത്യുദാരനാണ്, അവൻ ലജ്ജയുള്ളവനാണ്, അവന്റെ സിഫത്തുകൾ അവന് യോജിച്ച രൂപത്തിലാണ്. അത് പടപ്പുകളുടെ വിശേഷണങ്ങളോ അവരുടെ സ്വഭാവങ്ങളോ പോലെയല്ല. അള്ളാഹു ലജ്ജയുള്ളവനാണ്. അവന്റെ പടപ്പുകൾ അവനിലേക്ക് ഇരു കരങ്ങൾ വല്ലതും ചോദിച്ചുകൊണ്ട് ഉയർത്തിയാൽ ഒന്നും കൊടുക്കാതെ മടക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു അക്ബർ. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരങ്ങൾ ഉയർത്തിയിട്ടില്ല. സഹാബത്ത് അങ്ങനെ കരങ്ങൾ ഉയർത്തിയവരെ വിലക്കുന്ന ചില സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഉയർത്താതിരിക്കുക. അതിലൊന്നാണ് ഇമാം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ ഖതീബ് ഇരു കരങ്ങൾ ഉയർത്തുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നില്ല. മഅമൂമുകൾ ആ സമയത്ത് കരങ്ങൾ ഉയർത്തുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ രീതിയായിരുന്നില്ല. സഹാബത്ത് അങ്ങനെ ഉയർത്തിയവരെ എതിർത്ത ചില സംഭവങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി മിമ്പറിലായിരിക്കെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്, അല്ലാത്ത സന്ദർഭങ്ങളിൽ ഉയർത്തിയിട്ടില്ല. അതുപോലെ പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ പ്രാർത്ഥിക്കവേ ഒരു വിരൽ മാത്രം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉയർത്താം. അതല്ലാതെ ഇരു കരങ്ങൾ ഖുതുബക്കിടയിൽ ഉയർത്തുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തല്ല. ഇങ്ങനെ സഹോദരങ്ങളെ ചില സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരെ ഉയർത്തിയിട്ടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടത് കാണാം. അവിടെ മാറ്റി നിർത്തിയാൽ, അതല്ലാതെ സാധാരണ സന്ദർഭങ്ങളിലെല്ലാം ദുആ ചെയ്യുമ്പോൾ ഇരു കരങ്ങൾ അല്ലാഹുവിനോട് ഉയർത്തുക എന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ, അവനിലേക്ക് കരങ്ങൾ ഉയർത്തുക പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. അല്ലാഹു ആകാശങ്ങൾക്ക് മുകളിലാണുള്ളത് എന്നതിനുള്ള തെളിവുകളിൽ ഒന്നാണ്. നമ്മുടെ ഹൃദയവും നമ്മുടെ കരങ്ങളും അവനിലേക്ക് കേഴുന്ന സന്ദർഭത്തിൽ മുകളിലേക്ക് തിരിയും. ഹൃദയം അത് മുകളിലേക്ക് തിരിയും. അതുപോലെ കരങ്ങൾ മുകളിലേക്ക് ഉയരും. മാത്രമല്ല അള്ളാഹുവിന്റെ മുന്നിൽ യാചിച്ചു നിൽക്കുന്ന രൂപമാണ്. അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ ഒരാളുടെ മുന്നിൽ, ഒരു പടപ്പിന്റെ മുന്നിലും ആ യാചനയുടെ രൂപത്തിൽ അങ്ങേയറ്റം താഴ്മയോടെ നിൽക്കുന്ന ആ രൂപം ഒരു മുഅ്മിൻ ഒരിക്കലും അവൻ ആ രൂപം സ്വീകരിക്കുകയില്ല. ഏഴാമത്തെ കാര്യം, ദുആ ചെയ്യുമ്പോൾ ആദ്യം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവനെ പുകഴ്ത്തിക്കൊണ്ട്, രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാത്തിനെ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥന ആരംഭിക്കുക എന്നതാണ്. അള്ളാഹുവിനെ സ്തുതിക്കുക. ഉദാഹരണത്തിന് അൽഹംദുലില്ലാഹ് എന്ന് പറയുക, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇതെല്ലാം അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വാചകങ്ങളാണ്. യാ റബ്ബസ് സമാവാതി വൽ അർദ് അൻത റബ്ബുസ് സമാവാതി വൽ അർദ്. അല്ലാഹുവേ, നീ ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ്. അൻത റബ്ബി, അല്ലാഹുവേ, നീ എന്റെ റബ്ബാണ്. എന്നിങ്ങനെ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വാചകങ്ങൾ പലത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം. അതുപോലെ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വാക്കുകൾ പറയുക. അല്ലാഹുവേ, നീയാണ് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഏകിയവൻ, നീ നൽകാത്ത ഒരു അനുഗ്രഹവും എനിക്കില്ല. നീയാണ് എനിക്ക് ഭക്ഷണം നൽകിയവൻ, നീയാണ് എനിക്ക് വസ്ത്രം നൽകിയവൻ, നീയാണ് എനിക്ക് ആരോഗ്യം നൽകി. അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ഇതുപോലുള്ള വാക്കുകൾ പറയാം, നിന്റെ ഭാഷയിൽ പറയാം, ഒരു തകരാറുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സലാത്തിനെ ചോദിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സലാത്തിനെ ചോദിക്കുക. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ് എന്ന് പറയുക. അതല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന നമ്മളെ തഹിയ്യാത്തിൽ ചൊല്ലുന്ന സലാത്ത് പൂർണ്ണമായി ചൊല്ലുക. ആ സലാത്ത് ദുആഇന്റെ തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും എല്ലാം ചെയ്യാം, വളരെ നല്ല കാര്യമാണ്. അതിനുശേഷം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ കൂടുതൽ സാധ്യതയേറ്റുന്നതാണ്. പ്രിയമുള്ളവരെ, അടുത്തത് പ്രാർത്ഥനയ്ക്ക് മുൻപ് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് മുൻപ് അള്ളാഹുവിനോട് പാപമോചനം തേടുക, അവനിലേക്ക് ഖേദിച്ചു മടങ്ങുക. കാരണം നമ്മുടെ തിന്മകൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ഒരു പക്ഷേ തടസ്സമായേക്കും. അതുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. നോക്കൂ, ഖുർആനിൽ ശത്രുക്കളെ മുഖാമുഖം കണ്ടുമുട്ടിയപ്പോൾ മുഅ്മിനുകളുടെ വാക്കെന്തായിരുന്നു എന്ന് അള്ളാഹു പറയുകയാണ്. വമാ കാന ഖൗലഹും ഇല്ലാ അൻ ഖാലു റബ്ബനാ ഇഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. നോക്കൂ, ശത്രുക്കളെ മുഖാമുഖം കണ്ടുമുട്ടിയപ്പോൾ
അവരുടെ ഉപദ്രവങ്ങൾ ഭയന്ന സന്ദർഭത്തിൽ ആദ്യം തന്നെ വിജയം ചോദിക്കുകയല്ല, ആദ്യം ചോദിക്കുന്നത് റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു നൽകണമേ, ഞങ്ങളുടെ അതിരുക വിച്ചലുകൾ അല്ലാഹുവേ നീ വിട്ടുപുറത്തു മാപ്പാക്കി നൽകണമേ. എന്നിട്ട് ചോദിക്കുകയാണ് വസബ്ബിത് അഖ്ദാമന, അല്ലാഹു ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തണമേ. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, ഈ കുഫാറുകളായ ആളുകൾക്കെതിരിൽ അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണമേ. അതുകൊണ്ട് തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക. ഒൻപതാമത്തെ കാര്യം, അല്ലാഹുവിനോട് ആവർത്തിച്ച് ചോദിക്കുക, അവനെ വീണ്ടും വീണ്ടും വിളിക്കുക. അല്ലാഹുമ്മ അല്ലാഹുമ്മ യാ റബ്ബ് യാ റബ്ബ് എന്നിങ്ങനെ വീണ്ടും വീണ്ടും അല്ലാഹുവിനെ വിളിക്കുക, വീണ്ടും വീണ്ടും അല്ലാഹുവിനെ വിളിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ നിങ്ങൾ, അലിഹു ബിയാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം എന്ന് അല്ലാഹുവിനെ നിങ്ങൾ വീണ്ടും വീണ്ടും വിളിക്കൂ. അലിഹു എന്താണ്? അലഹ എന്ന് പറഞ്ഞാൽ ചോദിക്കുക, പിന്നെയും ചോദിക്കുക, പിന്നെയും ചോദിക്കുക, വിളിക്കുക, പിന്നെയും വിളിക്കുക. അല്ലാഹുവിനെ അങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കുക. നീ നിന്റെ റബ്ബിനെയാണ് വിളിക്കുന്നത്. ആകാശഭൂമികളുടെ ഖജനാവുകൾ ആരുടെ കയ്യിലാണോ അവനെയാണ് നീ വിളിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാം വിളിച്ച റബ്ബിനെയാണ് നീ വിളിക്കുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച റബ്ബിനെയാണ് നീ വിളിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ റബ്ബിനെ, മൂസ അലൈഹിസ്സലാമിനെ ആ മഹാസമുദ്രത്തിനും ഫിറഔനിന്റെ പട്ടാളത്തിനും ഇടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ റബ്ബിനെ, സുബ്ഹാനല്ലാഹ്, നൂഹ് നബിയുടെ ഒരു ദുആ, ഒരു റസൂലിന്റെ ദുആ കൊണ്ട് ലോകനെ ഒന്നാകെ മുക്കി നശിപ്പിച്ച, എന്നിട്ട് നൂഹ് നബിയെയും കൂട്ടരെയും കപ്പലിൽ രക്ഷപ്പെടുത്തി ആ റബ്ബിനെയാണ് നീ വിളിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കൂ. റബ്ബിനെ വിളിച്ചുകൊണ്ടേയിരിക്കുക, അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ കാരണമാകും. പത്താമത്തെ കാര്യം, പ്രാർത്ഥിക്കുമ്പോൾ ഭയവും പ്രതീക്ഷയും ഒരുപോലെ ഉണ്ടാവുക. നബിമാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. അവർ നന്മകളിൽ മുന്നേറിയവരായിരുന്നു, പ്രതീക്ഷയോടെയും ഭയപ്പാടോടെയും നമ്മെ വിളിച്ചു പ്രാർത്ഥിച്ചവരായിരുന്നു, നമ്മോട് ഖുശൂഉള്ളവരായിരുന്നു, ഭയഭക്തി ഉള്ളവരായിരുന്നു. അല്ലാഹു ഉത്തരം നൽകുമെന്ന പ്രതീക്ഷ. എന്റെ തിന്മകൾ കാരണത്താൽ എന്റെ പ്രവർത്തനങ്ങൾ പാഴായി പോയേക്കുമോ എന്ന ഭയം. അല്ലാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല. എന്നാൽ തന്നെ കുറിച്ചുള്ള, തന്റെ തിന്മകളെ കുറിച്ചോർത്തുള്ള ഭയപ്പാടോടെ, അല്ലാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ആദരവോടെ, അവനെ കുറിച്ചുള്ള പ്രതീക്ഷയോടെ അവനോട് പ്രാർത്ഥിക്കുക. 11ാമത്തെ കാര്യം, അല്ലാഹുവിന്റെ പേരുകളും വിശേഷണങ്ങളും എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രാർത്ഥനകൾ നോക്കൂ. നബിക്ക് പ്രയാസമുണ്ടായാൽ അവിടുന്ന് തേടുമായിരുന്നു, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, യാ ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവനെ. ഇങ്ങനെ അല്ലാഹുവിന്റെ പേരുകൾ എടുത്തു പറഞ്ഞ് നീ പ്രാർത്ഥിക്കുക. യാ റഹ്മാൻ, യാ റഹീം, യാ വദൂദ്, യാ കരീം എന്നിങ്ങനെ റബ്ബിന്റെ പേരുകൾ, യാ അസീസ്, യാ ഹക്കീം, അല്ലാഹുവിന്റെ പേരുകൾ എടുത്തെടുത്തു പറഞ്ഞ് അവനോട് പ്രാർത്ഥിക്കുക. അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. 12ാമത്തെ കാര്യം, ദുആഇന് മുൻപ് ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ ഒരു സദഖ നൽകാനോ നിനക്ക് സാധിച്ചാൽ അത് ചെയ്യുക. എന്നിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. നോക്കൂ, മൂസാ നബി അലൈഹിസ്സലാം മിസ്റിൽ നിന്ന് രക്ഷപ്പെട്ട് മദീനയിലേക്ക് എത്തിപ്പെടുകയാണ്. കഴിക്കാൻ ഭക്ഷണമില്ല, കയറി കിടക്കാൻ ഒരു വീടില്ല. ഒട്ടിയ വയറുമായി അല്ലാഹുവിന്റെ കലീമായ മൂസാ അലൈഹിസ്സലാം ആ നാട്ടിലെത്തിച്ചേരുകയാണ്. അവിടെ 2 സ്ത്രീകൾ മാറി നിൽക്കുന്നു, അവർക്ക് വെള്ളമെടുക്കാൻ സാധിക്കുന്നില്ല. കുറെ ആട്ടിടയന്മാർ അവിടെ വെള്ളമെടുക്കുന്നത് കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, എന്താണ്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളമെടുക്കാൻ സാധിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ മാറി നിൽക്കുന്നത്. ഞങ്ങളുടെ ഉപ്പയാകട്ടെ പ്രായമേറിയ ഒരു മനുഷ്യനാണ്. ഖുർആനിൽ കാണാം, ഫസഖാലഹുമാ, അവർക്ക് 2 പേർക്കും മൂസാ അലൈഹിസ്സലാം വെള്ളമെടുത്തു കൊടുത്തു. ثم تولى الى الظل, എന്നിട്ട് ആ മരത്തണലിൽ ചാരിയിരുന്ന് മൂസാ നബി ദുആ ചെയ്തു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ, എന്റെ റബ്ബേ നീ ഏത് ഖൈർ എനിക്ക് ഇറക്കി തന്നാലും ഞാൻ അതിന് ആവശ്യക്കാരനാണ്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. അല്ലാഹു പറയുന്നു, ഫജാഅത്ഹു ഇഹ്ദാഹുമാ, ആ 2 സ്ത്രീകളിൽ ഒരുവൾ വരികയാണ്, ഇതാ എന്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നു, ഞങ്ങൾക്ക് ഈ ഉപകാരം ചെയ്തു തന്നതിന് പ്രതിഫലം നൽകാൻ. അവിടെ ചെന്ന മൂസാ അലൈഹിസ്സലാമിന്, തന്റെ കഥ പറഞ്ഞു കൊടുത്ത മൂസാ അലൈഹിസ്സലാമിന് അവിടെ ഭക്ഷണം ലഭിച്ചു, അവിടെ പാർപ്പിടം ലഭിച്ചു, അവിടെ കുടുംബം ലഭിച്ചു. അവരിൽ ഒരു മകളെ ആ പ്രായമേറിയ മനുഷ്യൻ മൂസാ അലൈഹിസ്സലാമിന് വിവാഹം ചെയ്തു കൊടുത്തു. നോക്കൂ, ആ ദുആഇന് അല്ലാഹു നൽകിയ പ്രതിഫലം. അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ചെയ്തതിനു ശേഷം, വല്ല സദഖയോ മറ്റോ നൽകിയതിനു ശേഷം പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. 13ാമത്തെ കാര്യം,
ചില വാചകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ചാൽ അല്ലാഹു ഉത്തരം നൽകും. ഉദാഹരണത്തിന് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആ. അത് പറഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ചാൽ അല്ലാഹു ഉത്തരം നൽകും. അതുപോലെ മറ്റു ചില വാചകങ്ങളുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അശ്ഹദു അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദു الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد. ഇത് പറഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കുക. മറ്റൊരു ഹദീസിൽ കാണാം അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദ ലാ ഇലാഹ ഇല്ലാ അൻത അൽ മന്നാൻ ബദീഉ السماوات والارض യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. ഇത് പറഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കുക. ഉത്തരം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലുള്ള പ്രാർത്ഥനകളും ആ വാചകങ്ങളും പഠിക്കാനും അത് ചൊല്ലാനും ശേഷം പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവനോട് മാത്രം ദുആ ചെയ്യുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനത്തെ കലിമത്തായി കൊണ്ട് ഭരിക്കുന്നവരിൽ നമ്മെ റബ്ബ് ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദ്.